ആ എന്താ ശ്യാമളെ? സത്യേട്ടൻ പിണങ്ങിപ്പോയി. പിന്നെ പോയോ? ഇതിപ്പോ കഴിഞ്ഞ വർഷവും ഏകദേശം ഈ സമയത്ത് തന്നെയല്ലേ പോയത്? ഇപ്പൊ എന്താ കാര്യം? കൂട്ടാൻ നന്നായില്ലേ? എന്റെ മെമ്പറെ അതൊന്നും അല്ല കാര്യം. ഇതിനിപ്പോ പഞ്ചായത്തും മെമ്പറൊന്നും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അയാള് 4 ദിവസം കഴിയുമ്പോ വരണോ താൻ പോയിക്കോ. ഇതങ്ങനെയല്ല മെമ്പറെ. എപ്പൊ പിണങ്ങി പോയാലും 3-4 ദിവസം കഴിയുമ്പോ സത്യേട്ടൻ നമ്മുടെ വീടിന്റെ കിഴക്കേ വശത്ത് കൂടി സൈക്കിളിൽ ബെല്ലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. 2-3 പ്രാവശ്യം പോയി കഴിയുമ്പോ ഞാൻ കൈ കാണിച്ച് വിളിക്കും. അപ്പൊ പുള്ളി ഇങ്ങ് പോരും, അല്ലെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കും. പക്ഷെ ഇപ്രാവശ്യം വന്നില്ല. ഇനിയിപ്പോ ആ സൈക്കിൾ എങ്ങാനും പഞ്ചറായിട്ട് എവിടെയെങ്കിലും അരഞ്ഞിരിഞ്ഞ് നടക്കണ്ടാണാവോ? ഇപ്രാവശ്യം വേറൊരു കാര്യമുണ്ടോ മെമ്പറെ? എന്താ അത് പറ. എന്റെ മെമ്പറിന് അറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കണം. തൊഴിലുറപ്പിന് പോയ പൈസയും കുടുംബശ്രീന്ന് ലോൺ എടുത്ത പൈസയും കൂട്ടി വെച്ചിട്ട് ഞാൻ എന്റെ ഈ മാല പണയം വെച്ചത് എടുത്തു. അതെന്താ അയാൾക്ക് നല്ല കാര്യല്ലടോ? നല്ല കാര്യല്ലേ? എന്നിട്ടോ പണയം വെക്കാൻ ചോദിച്ചോ? പണയം വെക്കാൻ ചോദിച്ചു. പിന്നെന്തേ? പുള്ളിക്ക് ഈ മാല കഴുത്തേലിട്ടോണ്ട് നടക്കണോന്ന് ഞാൻ കൊടുക്കുവോ? ഒരു 5 മിനിറ്റ് ഇടാൻ കൊടുക്കായിരുന്നു. അതെ ഈയായിരുന്നു. കണ്ണി കണ്ട കിണർ കുഴിക്കാനും കായലിലെ പണിക്കൊക്കെ പോണ മനുഷ്യനാ. ഇതെങ്ങാനും ഊരി വെള്ളത്തിൽ പോയാൽ ഞാൻ ആരോട് ചോദിക്കും?